അത്രയൊന്നും ചെയ്തില്ലല്ലോ. ഇവിടെ ഒരു നിങ്ങൾക്ക് ഇവിടെ ഒരു ബന്ധമില്ലാത്ത ഇറാന് വേണ്ടി കൂട്ടം പൊളിറ്റീഷ്യൻസിന് ഇവിടെ ജാഥ നടത്തി, പ്രക്ഷോഭം നടത്തി, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ എതിർപ്പ് നടത്തി എന്താ ബന്ധം? അല്ല അരുണെ നമ്മുടെ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തകരാണ്, യുദ്ധവിരുദ്ധ പ്രവർത്തകരാണ്. ഏത് യുദ്ധവിരുദ്ധ പ്രവർത്തകരാണെങ്കിൽ നിങ്ങൾ ആര് സംസാരിക്കാൻ സമ്മതിക്കുന്നത് വളരെ മോശമാണ്. അത് സബ്ജക്ട് സംസാരിച്ചു തീരട്ടെ. സോറി ഞാൻ ഈ സബ്ജക്റ്റിനോടുള്ള എതിർപ്പ് പറഞ്ഞുകൊണ്ടിട്ടാണ് യാസർ സംസാരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന നരേറ്റീവ് മറ്റുള്ളവരെ വായിൽ പുഷ് ചെയ്ത് നിങ്ങളുടെ നരേറ്റീവ് മറ്റുള്ളവരെ വായിൽ പുഷ് ചെയ്ത് അരുൺ പറഞ്ഞു എന്നെ കിട്ടില്ല. സംസാരിക്കാനുള്ള അവകാശമുള്ളോ? എന്ത് മര്യാദയല്ലേ ഇതെന്ത് മര്യാദ? ഒന്ന് പരസ്പര ബഹുമാനത്തിലൂടെ നമുക്ക് സംസാരിക്കാം. ഞാൻ ആളുകൾ വെയിറ്റ് ചെയ്യും. നമുക്ക് ചർച്ച പറഞ്ഞാലല്ലേ ഒന്ന് നോട്ട് ചെയ്താലല്ലേ പറയുന്നത് കേൾക്കാൻ പറ്റും. എന്താണ് നിലപാട്? ഇവിടെ സംസാരിക്കാനല്ലേ അവര് വരുന്നത്? ഞാൻ സംസാരിക്കട്ടെ. എന്റെ എത്താണല്ലേ? ഓ യാസർ ഭായ്, ഇനി ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. താങ്കൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ യാസർ ഭായ് ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചോ. അരുൺ സംസാരിച്ചു കഴിഞ്ഞിട്ട് താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് മുഴുവനായിട്ട് വെച്ചോ. ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. കാരണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട് ചർച്ച. അതുകൊണ്ടാണ്. ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഇത് എൻജയുടെ റൂമാണ്. എൻജ് ഇത് എന്ത് പറഞ്ഞിട്ടാ തുടങ്ങിയതെന്ന് തന്നെ അറിയാം. ഒന്നാമത് ഇവിടെ കയറി വരുന്നവർക്ക് അങ്ങനെയാണെങ്കിൽ ഈ പ്രസ്തുത വ്യക്തി പറയണം, ഇന്ന നറേറ്റീവ് ഉള്ളവർ മാത്രം ഇവിടെ മുകളിൽ കയറിയാൽ മതി, മറ്റുള്ളവർ ആരും കയറണ്ട. ഞങ്ങൾ കയറില്ല. എനിക്ക് എന്റെ അഭിപ്രായം മാത്രമേ പറയാൻ പറ്റൂ. എനിക്ക് മറ്റുള്ളവരുടെ അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. എന്റെ നിലപാടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സ്ത്രീ ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഒന്ന് അവര് ഭീകരി എന്ന് വിളിച്ചത് തെറ്റാണ്. അവര് ഒരു രാജ്യത്തിന്റെ കൊടിയാണ് കാണിച്ചത്. ഒരു ഭീകരത പ്രവർത്തനത്തിന്റെയോ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെയോ കൊടിയല്ല കാണിച്ചത്. രണ്ടാമത്തെ വിഷയം, ഇത് അവരുടെ അവകാശമാണ്. ഇതുകൊണ്ടും മറുവശം വരണം, എതിരഭിപ്രായം വരണം. എതിരഭിപ്രായം സംഗീതം പോലെ കേൾക്കണം എന്ന് ആസ്വദിക്കണം എന്നായിരുന്നു ഇവിടുത്തെ തത്വചിന്തകന്മാർ പറഞ്ഞിരുന്നത്. അപ്പൊ അതൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇവർ അറസ്റ്റ് വരെ ചെയ്ത് നീക്കിയത്. ഇവരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ബസ് കൊണ്ട് ഇവരെ നടത്തിയപ്പോ കരുതൽ തടങ്കലിൽ കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കരുതൽ തടങ്കല്? രാത്രി കരുതൽ തടങ്കൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രകടനം ഒന്നും ചെയ്യാതെ പോലും ചെയ്തിട്ടുണ്ടായിരുന്ന നാടാണിത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യാവകാശ ലംഘനമാണ്. ഇത് ചെയ്യുന്നത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിക്കുള്ള ഒരു എതിരഭിപ്രായങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ മാത്രം ബിൽഡ് ചെയ്യുന്ന നറേറ്റീവും ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ, ഇസ്രായേലിനെ അവരെ അനുകൂലിക്കുന്നുണ്ട്, ഇറാനെ ഇവര് ഇവരെ അനുകൂലിക്കുന്നുണ്ടാണ്, ഇറാനെ അനുകൂലിക്കുന്നുണ്ടെന്ന്. അല്ലാണ്ട് യുദ്ധത്തിനെ ചെയ്തിട്ടൊന്നുമല്ല. ഇതേ ഹമാസിനെതിരെ ഇവര് ചെയ്തപ്പോൾ ഇത് തന്നെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സൗദിയിലെ ഈ യഹൂദികൾ നടക്കുന്ന ആക്രമണത്തിൽ എന്തുകൊണ്ട് പ്രബലപിച്ച് ഇവിടെ ഒരു പ്രക്ഷോഭം നടത്തിയില്ല? ബംഗ്ലാദേശിൽ ഇവിടെ നടന്നല്ലോ, എന്തുകൊണ്ട് നടന്നില്ല? അപ്പൊ ഇതൊക്കെ ചോദ്യങ്ങൾ വരും തിരിച്ചും. ഇതൊരു വൺ സൈഡഡ് ആയിട്ട് മാത്രം കാണുന്ന, എല്ലാവരും പ്രകടമായി കാണുന്ന ഈ പ്രശ്നം, ഇതൊരു പുസ്തകവും മതവും മാത്രമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടും എതിർഭാഗത്ത് ഇന്ത്യ, ഇസ്രായേല്, അമേരിക്ക, ഈ മൂന്ന് ഏതെങ്കിലും രാജ്യങ്ങളുണ്ടെങ്കിൽ ഇവരെപ്പോഴും ഇറങ്ങുന്നത് സ്ഥിരമായി കൊണ്ടുവന്നത് മാത്രമാണ്.
ഐ എം ഡൺ. ഓക്കെ, ഇനി യാസർ ഭായ് സംസാരിച്ചോളൂ. സ്റ്റേറ്റ്മെന്റ് വെച്ചോ യാസർ ഭായുടെ, എത്ര സമയം വേണമെങ്കിലും.